നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ മുകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ആദിവാസി വകുപ്പിന്റെ ചുമതലയിൽ ഉന്നത കുലജാതർ വന്നാൽ ആ വിഭാഗത്തിന് ഉന്നമനമുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഗോത്രവർഗ വിഭാഗത്തിന്റെ മന്ത്രിയാകാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും പരാമർശം വിവാദമായതോടെ പ്രസ്താവന പിൻവലിച്ചു. പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്തയാളാവുകയില്ല. ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം. ഉന്നത കുലജാതർ ആദിവാസി വിഭാഗത്തിന്റെ വകുപ്പ് ചുമതലയിൽ വരണം. ഇതുപോലെ തിരിച്ചും വേണം. എന്നാൽ മാത്രമേ ആ മേഖലകൾക്ക് ഉന്നമനമുണ്ടാകൂവെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പരാമർശം. വിവാദമായതോടെ പഴി മാധ്യമങ്ങൾക്ക്. വാക്കുകൾ വളച്ചൊടിച്ചു. പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്രസ്താവന പിൻവലിക്കുന്നുവെന്നും സുരേഷ് ഗോപി. ഈ ഒരു ചട്ടക്കൂടിനകത്ത് നിന്ന് പുറത്തു വരണമെന്ന് പറഞ്ഞത് എടുത്തിട്ടിപ്പോ പെരുമാറിക്കൊണ്ടിരിക്കുക. അവരുടെ ഉദ്ദേശം ഈ ബഡ്ജറ്റിന്റെ നന്മ കെടുത്തിക്കളയാൻ, അത്രയേ ഉള്ളൂ. ഇനി അത് ഇഷ്ടപ്പെട്ടില്ല, അതും ശരിയല്ല, ഈ വിശദീകരണവും ശരിയല്ലെങ്കിൽ ഞാൻ പിൻവലിക്കുന്നു, ഇങ്ങനെ തന്നെ കൊടുക്കും. പരാമർശം തരംതാണ സമീപനമെന്ന് NDA സഖ്യകക്ഷിയും JRP നേതാവുമായ CK ജാനു. അത്തരമൊരു സംഭാഷണം നടത്തിയതുപോലെ ഒരു തരംതാണ രീതിയിലുള്ള ഒരു സമീപനമായിപ്പോയി എന്നുള്ളതാണ് എനിക്ക് അതിനകത്ത് ശരിക്കും പറയാനുള്ളത്. സുരേഷ് ഗോപിയുടേത് നിലവാരമില്ലാത്ത പ്രസ്താവനയെന്ന് മന്ത്രി OR കേളു. ഇത് മാത്രമല്ല, കുറെ കാലമായിട്ട് അദ്ദേഹം ഈ നിലവാരമില്ലാത്ത പ്രസ്താവന തന്നെയല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനോടൊന്നും വിവരമുള്ള ആൾക്കാർ പ്രതികരിക്കില്ല. കേന്ദ്രമന്ത്രി ചാതുർവർണ്ണയത്തിന്റെ കുഴലൂത്തുകാരനെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സുരേഷ് ഗോപിയുടെ ഈ വാക്കുകൾ യാദൃച്ഛികമല്ല, അത് ഒറ്റപ്പെട്ട ഒന്നല്ല. ഇതാണ് BJP ചാതുർവർണ്ണയത്തിന്റെ കാവൽക്കാരാണ്. രാജ്യത്തിന്റെ വികാരം മനസ്സിലാക്കാതെയുള്ള പ്രതികരണം അപമാനകരമെന്നായിരുന്നു മുസ്ലിം ലീഗ് നേതാവ് PMA സലാം പ്രതികരിച്ചത്. എല്ലാവരുടെയും നല്ലതിനു വേണ്ടി മാത്രമാണ് പറഞ്ഞതെന്നായിരുന്നു പ്രസ്താവന പിൻവലിക്കുമ്പോഴും സുരേഷ് ഗോപിയുടെ വിശദീകരണം. 24 ഡൽഹി. കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്ക് പിന്നാലെ സഹമന്ത്രി ജോർജ് കുര്യന്റെ കേരളത്തിനെതിരായ പരാമർശത്തിൽ പ്രതിഷേധം ശക്തം. കേരളത്തെ ദരിദ്രമാക്കണമെന്നാണ് കേന്ദ്രമന്ത്രിമാർ ആഗ്രഹിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശിച്ചു. ജോർജ് കുര്യൻ മാപ്പ് പറയണമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസും ജോർജ് കുര്യൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവും ആവശ്യപ്പെട്ടു. ബജറ്റിനെ ന്യായീകരിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്തെത്തി. കേരളം വയനാട് വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള പാക്കേജുകൾക്കായി ആവശ്യപ്പെട്ടത് 24,000 കോടി രൂപ. ഒന്നും കിട്ടിയില്ല. വൻകിട പദ്ധതികളും കേരളത്തിനില്ല. ഈ സാഹചര്യത്തിലാണ് ബജറ്റിനെതിരെ CPIM-ഉം കോൺഗ്രസും വിമർശനവുമായി രംഗത്തെത്തിയത്. ബജറ്റിനെ ന്യായീകരിക്കാൻ ജോർജ് കുര്യൻ നടത്തിയ പരാമർശവും വിവാദമായി. കേരളം പിന്നോക്കമെന്ന് പ്രഖ്യാപിച്ചാൽ കൂടുതൽ സഹായം നൽകാമെന്നായിരുന്നു കേന്ദ്ര സഹമന്ത്രിയുടെ പരാമർശം. പരാമർശത്തിനെതിരെ ശക്തമായ വിമർശനമാണ് ഉയരുന്നത്. കേരളത്തിലെ BJP നേതാക്കൾക്ക് കേരള വിരുദ്ധ നിലപാടെന്ന MV ഗോവിന്ദൻ. കേരളത്തിനെതിരായിട്ടുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കുക, എന്നിട്ട് കേരളം എന്തെങ്കിലും ആനുകൂല്യം കിട്ടണമെങ്കിൽ കേരളം ദരിദ്രമാവണം, അങ്ങനെ ദരിദ്രമാവട്ടെ എന്ന കേരള വിരുദ്ധ സമീപനം സ്വീകരിക്കുക. അത്തരം സമീപനം സ്വീകരിക്കുന്ന BJP അതുപോലെ തന്നെ നേതാക്കൾ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരെ ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വിശകലനം ചെയ്യും. കേന്ദ്രത്തിനു മുന്നിൽ പിച്ചുചട്ടിയുമായി നിൽക്കാൻ കേരളത്തിന് സൗകര്യമില്ലെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ നിലയിലേക്ക് താഴാനല്ല കേരളം ഉദ്ദേശിക്കുന്നതെന്ന് MP രാജേഷ്. കേരളം ഈ മികവ് നിലനിർത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ BJP ഒക്കെ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അവരുടെ നിലവാരത്തിലേക്ക് എത്താനല്ല, അവരുടെ സ്ഥിതിയിലേക്ക് താഴാനല്ല. കേരളം കൂടുതൽ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ജോർജ് കുര്യൻ മനസ്സിലാക്കേണ്ടത്. ജോർജ് കുര്യന്റെ പ്രസ്താവന കേരളത്തെ അപമാനിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ്. പ്രസ്താവന പിൻവലിച്ച കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മാപ്പ് പറയണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ജനങ്ങൾ പ്രതീക്ഷിച്ച എന്താണ്? ഈ ബഡ്ജറ്റിലൂടെ കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടും, കേരളത്തിന് കൂടുതൽ പദ്ധതികൾ ലഭിക്കും എന്നെല്ലാമല്ലേ. പക്ഷേ ഈ ബഡ്ജറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം വ്യക്തമായി, കേരളത്തിന് ഒരു അവകാശം ചോദിക്കാൻ പോലും കഴിയില്ല എന്ന നിലയിലാണ് മന്ത്രിമാർ സംസാരിക്കുന്നത്. മന്ത്രി VN വാസവനും CPIM നേതാവ് EP ജയരാജനും ജോർജ് കുര്യനെതിരെ രംഗത്തെത്തി. ഇതിനിടെ ബജറ്റിനെ പിന്തുണച്ചും കേരളത്തെ വിമർശിച്ചും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്തെത്തി. ഇതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും ആ ടൂറിസത്തിനൊരു കോർപ്പസ് ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം നിലവിളിക്കുകയല്ല വേണ്ടത്. ആത്മാർത്ഥമായി കിട്ടുന്ന ഫണ്ട്
വകമാറ്റി ചെലവാക്കി. ട്രൈബലിന്റെ കാര്യം ഇവിടെ ശ്രീ ടോം വടക്കൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് 24. തിരുവനന്തപുരം കഴക്കൂട്ടം എലവേറ്റഡ് ഹൈവേയിൽ കാർ ഇടിച്ച് പിക്കപ്പ് ഓട്ടോ മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. വിമാനത്താവളത്തിൽ നിന്ന് പാഴ്സലുമായി മടങ്ങുകയായിരുന്ന പിക്കപ്പ് ഓട്ടോയിൽ കാർ ഇടിക്കുകയായിരുന്നു. MG പ്രതീഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. പ്രതീഷ്, ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെ? ഇവരെ എവിടെയാണ്, ഏത് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്? തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തെ എലവേറ്റഡ് ഹൈവേയിലാണ് കാർ ഇടിച്ച് പിക്കപ്പ് ഓട്ടോ മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റത്. വിമാനത്താവളത്തിൽ നിന്ന് പാഴ്സലുമായി പോവുകയായിരുന്ന പിക്കപ്പ് ഓട്ടോയിലാണ് കാർ ഇടിച്ചത്. ഇടിച്ച കാർ നിർത്താതെ പോയി എന്ന ഒരു വിവരം കൂടി വരുന്നുണ്ട്. പിന്നാലെ വാഹനങ്ങൾ വന്നവരും പോലീസും ചേർന്നാണ് പരിക്കേറ്റവരെ വാഹനത്തിൽ നിന്ന് പുറത്തെടുത്തത്. ഈ പിക്കപ്പ് ദൃശ്യങ്ങൾ കാണുന്ന പിക്കപ്പ് ഓട്ടോ ഇടിച്ച ശേഷം ആ കാർ, അപകടമുണ്ടാക്കിയ കാർ നിർത്താതെ പോയി എന്നതാണ് മനസ്സിലാക്കുന്നത്. പ്രതീക്ഷുണ്ട്. പ്രതീക്ഷ, വിവരങ്ങൾ. ഗൂഗിൾ ഇന്ന് രാത്രി 10:30 കൂടിയാണ് കഴക്കൂട്ടം ബൈപ്പാസിന് സമീപം അപകടം നടന്നത്. എയർപോർട്ടിൽ നിന്ന് പാഴ്സലുമായി പോയ പിക്കപ്പ് വാനിന് പുറകിൽ കാറിടിച്ചാണ് അപകടമുണ്ടായത്. ഈ പിക്കപ്പ് വാനിൽ ഉണ്ടായിരുന്ന ആറ്റിങ്ങൽ സ്വദേശിയായ വേണുവിന് ഈ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മറ്റു വാഹന യാത്രക്കാരാണ് രക്ഷാപ്രവർത്തനം നടത്തുകയും പിക്കപ്പ് വാനിൽ കുടുങ്ങിയ ഈ യാത്രക്കാരെ പുറത്തെടുക്കുകയും ചെയ്തിട്ടുള്ളത്. 2 പേരാണ് പിക്കപ്പ് വാനിൽ ഉണ്ടായിരുന്നത് എന്നാണ് നാട്ടുകാർ അറിയിച്ചിട്ടുള്ള കാര്യം. ഈ അപകടമുണ്ടാക്കിയ കാർ നിർത്താതെ പോയിട്ടുണ്ട്. നിലവിൽ കഴക്കൂട്ടം പോലീസ് സ്ഥലത്തെത്തി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. നിർത്താതെ പോയ കാറിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നു എന്നതാണ് നിലവിൽ കഴക്കൂട്ടം പോലീസ് അറിയിക്കുന്നത്. ഗൂഗിൾ. ശരി, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് ആ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. പാലക്കാട് എലപ്പുള്ളിയിൽ വൻകിട മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയ സർക്കാർ തീരുമാനത്തിനെതിരെ നിലപാട് കടുപ്പിച്ച RJD. LDF നയമാണ് മന്ത്രിസഭ നടപ്പാക്കേണ്ടതെന്ന് സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ്. മുന്നണി യോഗം തീരുമാനമെടുക്കും വരെ നടപടികൾ നിർത്തിവെക്കണമെന്നും വർഗീസ് ജോർജ് ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ എതിർപ്പുകളെ മറികടന്ന് പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോകുമ്പോഴാണ് മുന്നണിക്കുള്ളിൽ നിന്നു തന്നെ ശബ്ദമുയരുന്നത്. ഇന്ന് ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിൽ മദ്യനിർമ്മാണശാലയ്ക്കെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നത്. മുന്നണിയിൽ ചർച്ച ചെയ്യുന്നതുവരെ ബ്രൂവറി പദ്ധതി നിർത്തിവെക്കണം, മുന്നണിയുടെ നയങ്ങളാണ് മന്ത്രിസഭ നടപ്പിലാക്കേണ്ടതെന്നും മന്ത്രിസഭയുടെ നയങ്ങൾ LDF അംഗീകരിക്കുകയല്ല വേണ്ടതെന്നുമായിരുന്നു സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജിന്റെ പ്രതികരണം. ഏതൊരു പോളിസി കൊണ്ടുവരുമ്പോഴും ഭരണമുന്നണിയുടെ ഏകോപന സമിതിയിൽ അത് ചർച്ച ചെയ്യണം. എന്നാൽ ഈ എക്സൈസ് പോളിസി LDFിൽ ചർച്ച ചെയ്തിട്ടില്ല. LDF യോഗത്തിൽ ഇത് സമഗ്രമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതുവരെ എലപ്പുള്ളിയിലെ ഈ ബ്രൂവറി പ്രൊജക്റ്റുമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിർത്തിവെക്കണം. 2, എത്രയും പെട്ടെന്ന് LDF യോഗം വിളിച്ചു കൂട്ടണം. പദ്ധതിയെ മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ എതിർക്കാനാണ് RJD സംസ്ഥാന സമിതിയുടെ തീരുമാനം. പാർട്ടിയുടെ ആവശ്യം സർക്കാർ അംഗീകരിച്ചില്ലെങ്കിൽ എലപ്പുള്ളിയിൽ പരസ്യ പ്രതിഷേധത്തിന് ഇറങ്ങാനാണ് തീരുമാനം. അതേസമയം മുന്നണിയിൽ നിന്ന് എതിർപ്പുകൾ ഉയരുമ്പോഴും പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് CPIM തീരുമാനം. വിമർശനങ്ങൾ ഒറ്റപ്പെട്ടതെന്ന നിലപാടാണ് പാർട്ടിക്ക്. 24 തിരുവനന്തപുരം. കണ്ണൂരിലെ പാർട്ടി കേന്ദ്രങ്ങളിൽ വോട്ട് ചോർച്ചയെന്നും BJP വളർച്ച ശക്തിപ്പെടുന്നതായും CPIM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ട്. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ അനുകൂലിച്ചും എതിർത്തും ചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികൾ നിലപാടെടുത്തു. അതേസമയം ADMK നവീൻ ബാബുവിന്റെ മരണത്തിനിടയാക്കിയത് PP ദിവ്യയുടെ പ്രസംഗത്തിലെ പരാമർശമെന്ന പ്രതികരണം തന്റെ വാക്കുകളെ തെറ്റായി വ്യാഖ്യാനിച്ചതെന്ന് MV ജയരാജൻ വിശദീകരിച്ചു. കണ്ണൂരിലെ പാർട്ടി കേന്ദ്രങ്ങളിൽ ഇതുവരെ ഇല്ലാത്ത വോട്ട് ചോർച്ചയെന്ന് ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ട് പറയുന്നു. വിവിധയിടങ്ങളിൽ BJP സാന്നിധ്യം ശക്തിപ്പെട്ടുവെന്നും റിപ്പോർട്ടിൽ പരാമർശം. ADM നവീൻ ബാബുവിന്റെ യാത്രയപ്പ് യോഗത്തിലെ ദിവ്യയുടെ പരാമർശങ്ങളെ റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. ദിവ്യയെ അനുകൂലിച്ചും വിമർശിച്ചും പൊതുചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികൾ നിലപാടെടുത്തു. വിവാദങ്ങൾ പാർട്ടിക്ക് തിരിച്ചടിയായി. ദിവ്യയുടേത് അപക്വമായ പെരുമാറ്റമെന്നും വിമർശനം. ദിവ്യ സ്വയം അധികാര കേന്ദ്രമായി മാറാൻ ശ്രമിച്ചുവെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. ദിവ്യക്കെതിരായ നടപടി മാധ്യമ വിചാരണയ്ക്ക് വഴങ്ങിയെന്ന തോന്നലുണ്ടാക്കിയെന്ന് പാർട്ടിക്കെതിരെയും വിമർശനം. അതേസമയം ADM നവീൻ ബാബുവിന്റെ മരണത്തിനിടയാക്കിയത് ദിവ്യ നടത്തിയ പ്രസംഗത്തിലെ പരാമർശമാണെന്നത് സത്യമെന്ന് MV ജയരാജൻ. ADMന്റെ മരണത്തിന് ഇടയാക്കിയത് ദിവ്യ നടത്തിയ പ്രസംഗത്തിലെ അവസാനത്തെ പരാമർശമാണ് എന്നത് സത്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അത് തെറ്റാണ്. ആ കാഴ്ചപ്പാടാണ് അന്നും ഇന്നും ഞങ്ങൾക്കുള്ളത്.
പിന്നാലെ വാചകങ്ങൾ അടർത്തിയെടുത്ത് തെറ്റായി വ്യാഖ്യാനിച്ചുവെന്ന വിശദീകരണവുമായി MP ജയരാജൻ. ഒരു വാചകം അടർത്തിയെടുത്ത് അത് താന്താങ്ങൾക്ക് തോന്നുന്ന വിധത്തിൽ വാർത്ത ചമച്ച് പ്രചരിപ്പിക്കുന്നത് വാർത്താ ദാരിദ്ര്യത്തെ തുടർന്നുള്ള ആത്മവഞ്ചന വാർത്തയാണത്. സ്വർണ്ണക്കടത്ത് ആരോപണത്തിലെ P ജയരാജന്റെ സമൂഹമാധ്യമ പോര് ആരോപണ വിധേയരെ പിന്തുണയ്ക്കുന്നുവെന്ന തോന്നലുണ്ടാക്കിയെന്നും വിമർശനം. 24 കണ്ണൂർ. മലപ്പുറം കരുവാരക്കുണ്ട് മിനി ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടമുണ്ടായിരിക്കുന്നു. അങ്കണവാടി വിദ്യാർത്ഥികളുമായി സഞ്ചരിച്ചിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വിനോദയാത്ര കഴിഞ്ഞും മടങ്ങവെയാണ് അപകടം. സമീർ ബിൻ കരീം ചേരുന്നു മലപ്പുറത്ത് നിന്ന്. സമീർ, എത്ര പേരായിരുന്നു ഈ വാഹനത്തിലുണ്ടായിരുന്നത്? ആരുടെയെങ്കിലും പരിക്ക് അത് ഗുരുതരമാണോ? ഗോകുൽ, നിലവിൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല, നിസ്സാര പരുക്കാണ് ഏറ്റത് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. 4ഓളം പേരെയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഏതാണ്ട് 11 മണിയോട് കൂടെയാണ് മലപ്പുറം കരുവാരക്കുണ്ട് ഈ വട്ടമല എന്ന് പറയുന്ന സ്ഥലത്ത് വാഹനാപകടം ഉണ്ടാകുന്നത്. ഈ അങ്കണവാടി വിദ്യാർത്ഥികളുമായി സഞ്ചരിച്ച മിനി ബസ്സാണ് താഴ്ചയിലേക്ക് മറിയുന്ന ഒരു അപകടം ഉണ്ടായത്. ഈ മലമ്പുഴയിൽ നിന്നും വിനോദയാത്ര കഴിഞ്ഞ് എടക്കരയിലോട്ട് വരുന്ന വഴിയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അപകടം ഉണ്ടായ മേഖല എന്നുള്ളത് കുത്തനെയുള്ള ഇറക്കവും ഒപ്പം തന്നെ വളവും ഒരുമിച്ചുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് അപകട സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണ് ബസ് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞത് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്നാൽ ഉടൻ തന്നെ നാട്ടുകാർ മറ്റുള്ള ഒരു രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. ഏതാണ്ട് 4ഓളം പേരെയാണ് നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. ശരി, മലപ്പുറം കരുവാരക്കുണ്ടിലാണ് അങ്കണവാടി കുട്ടികളുമായി പോയ ബസ് മറിഞ്ഞത്. വിനോദയാത്രയ്ക്ക് ശേഷം മടങ്ങി വരികയാണ് ഈ അപകടമുണ്ടായത്. പക്ഷേ ആരുടെയും പരിക്ക് ഗുരുതരമല്ല. സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മുകേഷ് MLA-ക്കെതിരായ പീഡന പരാതിയിൽ തെളിവുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കേസിൽ പൂർണ്ണ പിന്തുണ നൽകാനാണ് CPIM-ന്റെ തീരുമാനം. ആലുവ സ്വദേശിയായ നടി നൽകിയ പരാതിയിലെ ബലാത്സംഗ കേസിലാണ് മുകേഷിനെതിരെ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. MLA-ക്കെതിരെ ഡിജിറ്റൽ തെളിവുകളും സാഹചര്യ തെളിവുകളും ഉണ്ടെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ധാർമ്മികത ഏറ്റെടുത്ത മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന പരാതിക്കാരി. ജനങ്ങൾക്ക് നല്ലത്, ജനങ്ങൾക്ക് സുരക്ഷിത കൊടുക്കുന്ന ഒരാളെയാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇത്രയും ഒരു കുറ്റമൊക്കെ ചെയ്ത് അത് ഇദ്ദേഹത്തെ ഞാൻ മാത്രമല്ല വേറെ പലരും കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. പലർക്കും പേടിയാണ്, കാരണം അവർക്ക് കുടുംബമുള്ളവരാണ്. അപ്പോൾ ഇങ്ങനെ ഒരാളെ നമുക്ക് ആവശ്യമുണ്ടോ എന്ന് ജനങ്ങളാണ് മുകേഷിനുള്ള പിന്തുണ തുടരാനാണ് CPIM-ന്റെ തീരുമാനം. കുറ്റക്കാരനാണോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഒരാൾ പ്രഖ്യാപിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് കോടതിയല്ലേ കൈകാര്യം ചെയ്യുക. കോടതി കൈകാര്യം ചെയ്യട്ടെ. അതേ ആർക്കെതിരായിട്ടും കോടതിയല്ലേ കൈകാര്യം ചെയ്യേണ്ടത്. കോടതി കൈകാര്യം ചെയ്ത് വരട്ടെ, ഞങ്ങൾ മുമ്പേ പറഞ്ഞില്ലേ. സംഭവത്തിൽ പാർട്ടിയും സർക്കാരും കൃത്യമായ നിലപാട് സ്വീകരിക്കുമെന്നായിരുന്നു EP ജയരാജന്റെ പ്രതികരണം. ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിൽ മുകേഷിനെതിരെ വടക്കാഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലും നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. മലപ്പുറം എളങ്കൂരിൽ യുവതിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് പ്രഭിൻ അറസ്റ്റിൽ. പ്രതിക്കെതിരെ ആത്മഹത്യാ പ്രേരണ, സ്ത്രീധന പീഡനം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി. സൗന്ദര്യം കുറവാണെന്ന് ആരോപിച്ച് വിഷ്ണുജയെ ഭർത്താവ് ഉപദ്രവിച്ചിരുന്നതായി കുടുംബം ആരോപിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പൂക്കോട്ടുംപാടം സ്വദേശി വിഷ്ണുജയെ ഭർത്താവ് പ്രഭിന്റെ എളങ്കൂരിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നാലെ യുവതിയുടെ കുടുംബം ആരോപണവുമായി രംഗത്തെത്തി. സൗന്ദര്യം കുറവെന്ന് പറഞ്ഞ് പ്രഭിൻ ബൈക്കിൽ പോലും കയറ്റിയിരുന്നില്ല. സ്ത്രീധനം നൽകിയത് കുറവെന്ന് പറഞ്ഞ് ഉപദ്രവിച്ചു. വിഷ്ണുജയ്ക്ക് ജോലിയില്ലാത്തതിനാൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കി എന്നും പിതാവ് വാസുദേവൻ 24-നോട് പറഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും. മറ്റേ ചെറിയ ചെറിയ പീഡനങ്ങൾ, അവൾക്ക് സൗന്ദര്യമില്ല, പിന്നെ അതേമാതിരി അവൾ ആരോഗ്യമില്ല, പിന്നെ അവൾക്ക് ജോലിയില്ല. അതാണ് മെയിൻ പ്രശ്നം. വിഷ്ണുജ ആത്മഹത്യ ചെയ്യില്ലെന്നും കൊന്നു കെട്ടിത്തൂക്കിയതാണെന്നും കുടുംബം ആരോപിക്കുന്നു. ഫിസിക്കലി ആയിട്ടും ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു. പിന്നെ അവൾ നല്ല ബോൾഡായിട്ടുള്ള കുട്ടിയാണ്. ഭംഗി കുറവാണ്, പിന്നെ സ്വർണത്തിൻ്റെ കുറവാണ്, അങ്ങനെയൊക്കെ. പിന്നെ ഇത് ഇല്ല, ജോലി ഇല്ല എന്ന് പറഞ്ഞ് നിരന്തരം 10-25 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ജോലി ഇല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു. 2023 മെയ് 14-നാണ് പ്രഭിനും വിഷ്ണുജയും തമ്മിലുള്ള വിവാഹം നടന്നത്. ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത പ്രഭിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കും. 24 മലപ്പുറം.
എറണാകുളം തൃപ്പൂണിത്തുറയിൽ റാഗിങ്ങിനെ തുടർന്ന് 15-കാരൻ ജീവനൊടുക്കിയ സംഭവത്തിൽ ഗുരുതര ആരോപണങ്ങളുമായി കുടുംബം. മരണകാരണം 3 സംഘങ്ങളാണെന്നും വൈസ് പ്രിൻസിപ്പലിനെതിരെ കേസെടുക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. കുട്ടിയുടെ അമ്മ അന്വേഷണ സംഘത്തിന് മുന്നിൽ നേരിട്ടെത്തി മൊഴി നൽകി. സമൂഹമാധ്യമത്തിലൂടെ മകൻ മിഹിറിന്റെ ആത്മഹത്യ പ്രതീകവൽക്കരിച്ചതിനെതിരെയാണ് അമ്മ രംഗത്തെത്തിയത്. പ്രചരിക്കുന്നത് എന്തുതരം പരിഹാസ വീഡിയോ ആണെന്ന് അമ്മ ചോദിക്കുന്നു. കുട്ടികൾക്ക് എങ്ങനെ ഇത്ര ക്രൂരന്മാരാകാൻ സാധിക്കുന്നുവെന്നും ഇവർക്കിടയിൽ ജീവിക്കേണ്ട എന്ന എന്റെ മകന്റെ തീരുമാനം സ്വാഭാവികമെന്നും അമ്മ. മകന്റെ നീതിക്കായി ഏതറ്റം വരെയും പോരാട്ടം തുടരുമെന്നും മിഹിറിന്റെ മാതാവ് റജിന വ്യക്തമാക്കി. വീഡിയോ നിർമ്മിച്ചവർക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് കുടുംബം. ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലെത്തി അന്വേഷണ സംഘത്തിന് മുന്നിൽ അമ്മ മൊഴി നൽകി. തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിനും അധ്യാപകർക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളാണുള്ളത്. ആത്മഹത്യയ്ക്ക് കാരണക്കാർ 3 സംഘങ്ങളാണെന്നും വൈസ് പ്രിൻസിപ്പലിനെതിരെ കേസെടുക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. ആലുവ ഡിഇഒയുടെ നേതൃത്വത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. പരീക്ഷ നടക്കുന്നതിനാൽ സ്കൂളിൽ നേരിട്ടെത്തി മൊഴി രേഖപ്പെടുത്താൻ പോലീസിനും പൊതുവിദ്യാഭ്യാസ വകുപ്പിനും കഴിഞ്ഞില്ല. 24 കൊച്ചി. ISROയുടെ NVS-02 ദൗത്യത്തിൽ പ്രതിസന്ധി. ഉപഗ്രഹത്തിന്റെ ഭ്രമണപഥം ഉയർത്താനായില്ല. ഉപഗ്രഹത്തിന്റെ വാൽവുകളിൽ തകരാർ കണ്ടെത്തി. നിലവിൽ ഉപഗ്രഹത്തെ നിയന്ത്രിക്കാൻ ISROയ്ക്ക് കഴിയുന്നുണ്ട്. ഇപ്പോഴുള്ള ഭ്രമണപഥത്തിൽ വെച്ച് ഉപഗ്രഹത്തെ പരമാവധി ഉപയോഗപ്പെടുത്താനാണ് നീക്കം. അമേരിക്കയുടെ GPS-നുള്ള ഇന്ത്യൻ ബദലായ നാവിക്കിന് വേണ്ടിയുള്ള ഉപഗ്രഹമാണ്. ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാം വിക്ഷേപണമായിരുന്നു NVS-02-ന്റേത്. വഖഫ് നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് സംയുക്ത പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ട് നാളെ ലോക്സഭയിൽ. സമിതി അധ്യക്ഷൻ ജഗദാംബിക പാൽ റിപ്പോർട്ട് അവതരിപ്പിക്കും. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിനെതിരെ MP-മാർ നാളെ പ്രതിഷേധിക്കും. BJP MP സഞ്ജയ് ജയ്സ്വാളും JPC അധ്യക്ഷൻ ജഗദാംബിക പാലും ചേർന്നാകും റിപ്പോർട്ട് അവതരിപ്പിക്കുക. പാർലമെന്ററി സംയുക്ത സമിതിയുടെ രേഖകളും മേശപ്പുറത്ത് വയ്ക്കും. റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സ്പീക്കർ ഓം ബിർളയ്ക്ക് കൈമാറിയിരുന്നു. തങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പരിഗണിക്കാതെയാണ് റിപ്പോർട്ട് അംഗീകരിച്ചതെന്നാണ് പ്രതിപക്ഷ ആരോപണം. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിനെതിരെയും നാളെ പാർലമെന്റിൽ MP-മാരുടെ പ്രതിഷേധമുണ്ടാകും. കേരളത്തിൽ നിന്നുള്ള ഇടത് കോൺഗ്രസ് അംഗങ്ങൾ സംയുക്തമായാകും പ്രതിഷേധിക്കുക. പ്രിയങ്ക ഗാന്ധിയും പ്രതിഷേധത്തിൽ പങ്കെടുക്കുമെന്നാണ് സൂചന. പാർലമെന്റ് സമ്മേളിക്കുന്നതിന് മുൻപായി ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധിക്കാനും സഭ സമ്മേളിക്കുമ്പോൾ ഇരു സഭകളിലും വിഷയമുയർത്താനുമാണ് തീരുമാനം. 24 ഡൽഹി. വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ KNM മർക്കസുദ്ദവ കോഴിക്കോട് ബഹുജന സംഗമം സംഘടിപ്പിച്ചു. രാജ്യത്ത് സംഘപരിവാർ നടപ്പിലാക്കുന്ന മുസ്ലിം വംശഹത്യ അജണ്ടയുടെ ഭാഗമാണ് ജനാധിപത്യ വിരുദ്ധ വഖഫ് ബില്ലെന്ന് സമ്മേളനം കുറ്റപ്പെടുത്തി. മുസ്ലിം സമുദായത്തിന്റെ അസ്തിത്വത്തിന്റെ അടിത്തറയാണ് വഖഫ് സ്വത്തുക്കളും സ്ഥാപനങ്ങളും. ഇത് കവർന്നെടുക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ശക്തമായ പോരാട്ടത്തിന് സമ്മേളനം ആഹ്വാനം ചെയ്തു. മുനമ്പം വഖഫ് ഭൂമി റീസർവേ ചെയ്യണമെന്നും മുനമ്പം കമ്മീഷൻ പിരിച്ചുവിടണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. KNM സംസ്ഥാന പ്രസിഡന്റ് CP ഉമർ സുല്ലമി, KNM മർക്കസുദ്ദവ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P മുഹമ്മദ് ഹനീഫ, KT കുഞ്ഞിക്കണ്ണൻ, KP നൌഷാദ് അലി, ഡോക്ടർ ഫസൽ ഗഫൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ഭിന്നശേഷി കുട്ടികൾക്കായി സൗജന്യ കായിക ക്യാമ്പ് ഒരുക്കി യൂണിറ്റി FCയും ഗോകുലം കേരള FCയും. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ നടക്കുന്ന പരിശീലനത്തിൽ കുട്ടികളുടെ ശാരീരിക മാനസിക വികസനമാണ് ലക്ഷ്യമിടുന്നത്. മഴവില്ല എന്ന് പേരിട്ട ക്യാമ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. തങ്ങളുടെ വൈകല്യങ്ങൾ മറന്ന് കുട്ടികൾ ഇവിടെ ആസ്വദിക്കുകയാണ്. കാൽപന്ത് മാത്രമല്ല, ഇവരുടെ ശാരീരിക മാനസിക ഉല്ലാസം കൂടി ലക്ഷ്യമിടുന്നു മഴവില്ലെന്ന പരിശീലന ക്യാമ്പ്. ഫറോക്ക് കുണ്ടായിത്തോടാണ് ആദ്യ പരിശീലന ക്യാമ്പ് ആരംഭിച്ചത്. യൂണിറ്റി FC ഗോകുലം കേരള FCയുടെ സഹകരണത്തോടെയാണ് പരിശീലനം നടത്തുന്നത്. ഫുട്ബോളിൽ ആരും മാറ്റി നിർത്തപ്പെടരുത്, അവരും ഈ ഫുട്ബോളിൻ്റെ ഭാഗമാവാന്നുള്ള ഉദ്ദേശമാണ് ഗോകുലം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരും നമ്മളെ സ്റ്റേഡിയങ്ങളിൽ വന്നിട്ട് കളികൾ കാണണം, അതുപോലെ തന്നെ അവരും ഗ്രൗണ്ടിൽ കളിക്കണം എന്നൊരു ഉദ്ദേശത്തോടുകൂടിയാണ് ഗോകുലം ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. മന്ത്രി PA മുഹമ്മദ് റിയാസ് പരിശീലന ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് നമ്മളെല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. കേവലം ഒരു ഫുട്ബോൾ ക്യാമ്പായിട്ടല്ല കാണുന്നത്. ഇവർക്കും ഇവരുടെ കൂടെ നിൽക്കുന്ന രക്ഷിതാക്കൾക്കും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കൂട്ടായ്മ കൂടിയാണ്. എല്ലാ നിലയിലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. എത്ര പ്രയാസകരമായ സാഹചര്യത്തിലും കുട്ടികളെ ചേർത്ത് പിടിച്ചു പോകുന്ന രക്ഷിതാക്കളുണ്ട്. അവർക്കത് വലിയ ഒരു പോസിറ്റീവ് എനർജിയാണ് നൽകുന്നത്. വരും ദിവസങ്ങളിൽ ജില്ലയുടെ മറ്റു ഭാഗങ്ങളിലേക്കും ഈ ക്യാമ്പ് വ്യാപിപ്പിക്കും. ഗോകുലം ഗ്രൂപ്പ് DGM ബൈജു MK ചടങ്ങിൽ മുഖ്യാതിഥിയായി. 24 കോഴിക്കോട്.
ഇതോടെ 24 പൂർണ്ണമാകുന്നു.